കനത്ത മഴയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ട്രോമ ICU കൂട്ടിരിപ്പ് കേന്ദ്രത്തിൽ ചോർച്ച. കെട്ടിടത്തിന്റെ ഷീറ്റിട്ട ഭാഗമാണ് ചോരുന്നത്. പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ രമേശ്, രോഗികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ട് കോട്ടയത്ത് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റും ഇടിമിന്നലും മഴയോടൊപ്പം തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിന്റെ ഈ ട്രോമ ICU ഭാഗത്ത് ഇത്തരത്തിൽ വലിയ ചോർച്ച അനുഭവപ്പെട്ടത്. ട്രോമ ICUവിന്റെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നത്. കെട്ടിടത്തിന്റെ മേൽക്കൂര അത് ഷീറ്റ് മേഞ്ഞതായിരുന്നു. ആ ഭാഗത്തു നിന്നാണ് ശക്തമായ രീതിയിൽ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുന്നത്. ആ ഭാഗത്ത് വലിയ വെള്ളക്കെട്ട് തറയിലടക്കം രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇരിപ്പുണ്ട്. ആ ഭാഗം പൂർണ്ണമായിട്ടും ഈ കൂട്ടിരിപ്പുകാർക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് പകരം സംവിധാനം അടിയന്തരമായി ഒരുക്കുമെന്ന് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഭാഗത്ത് മറ്റ് സമീപത്തുണ്ടായിരുന്ന വേസ്റ്റ്, അതായത് മാലിന്യങ്ങളും ഒക്കെ തന്നെ ഈ വെള്ളത്തോട് കൂടിച്ചേർന്നുകൊണ്ട് ഈ ഭാഗത്തേക്കൊക്കെ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു മേഖല പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തായാലും അവർക്ക് പകരം സംവിധാനം ഒരുക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം കോട്ടയം ജില്ലയിൽ ഇപ്പോൾ നഗരത്തിലടക്കം വളരെ ശക്തമായിട്ടുള്ള മഴ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളടക്കം മരങ്ങൾ വീണും വൈദ്യുതി പോസ്റ്റുകൾ നിലംപതിച്ചുമൊക്കെ തന്നെ വലിയ നാശനഷ്ടങ്ങളും ഇതിനോടനുബന്ധമായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.